ഹലോ മീഡിയ ഫേമസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക് എന്താ വെച്ചാൽ നമുക്കൊരു 2500 കോഴിക്കുഞ്ഞുങ്ങൾ ഒരൊറ്റ ബ്രോഡിൽ അതായത് ഒരൊറ്റ റൗണ്ടിൽ നമുക്ക് ബ്രൂഡിങ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പലപ്പോഴും പല ഫാമേഴ്സും ഒരു ഡൗട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ചില ഫാമേഴ്സൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ 2500 കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു 5 ബ്രോഡറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് വർക്കൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളൊരു 2500 ഒറ്റ സർക്കിളിൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ജോലി ഭാരം കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ മീഡിയ ഫേമസ്, നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ബ്രൂഡിങ്ങിൻ്റെ ഒരു ഏരിയ കൃത്യമായിട്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ കവർ ചെയ്ത് ഒരു എന്താ പറയുക റൂം പോലെ ആക്കിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ചെയ്യുന്നത് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ആ ഒരു ചൂട് ആ ഒരു ഫാമിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇലക്ട്രിക് ബ്രൂഡിംഗ് ഉണ്ട്. അതിന് പുറമെ നമ്മൾ ഒറ്റ സെൻട്രലായിട്ട് നമ്മൾ ഗ്യാസ് ബ്രൂഡറും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യത്തെ ഒരു 3 ദിവസം നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്രൂഡിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലയിൻറ്റ് നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗ്യാസ് ബ്രൂഡിങ് വർക്ക് ചെയ്യുന്നത് നമുക്കൊരു 5 kgയുടെ സിലിണ്ടർ വരുന്നുണ്ട്, അതാണ് ഉപയോഗിക്കുന്നത്. ഇനി 19 kgയുടെ ഉപയോഗിക്കാം. ഇതാകുമ്പോൾ നമുക്ക് എല്ലാ പെട്രോൾ പമ്പിലും, അതായത് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബ്രൂഡർ സിസ്റ്റം ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് വീഡിയോയുടെ കൂടെ ഞാൻ പേസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റൗണ്ട് അത്യാവശ്യം കുറച്ചൊരു വലുപ്പത്തിൽ തന്നെ ചെയ്യുക. കാരണം കോഴിക്കുഞ്ഞുങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂടാനും അതുപോലെ തന്നെ ചൂട് കൂടുമൊന്ന് മാറിയിരിക്കാനുള്ള ആ ഒരു സ്പേസ് കണക്കാക്കിയിട്ട് വേണം നമ്മൾ റൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാലും ആ ഒരു സെൻട്രലിലെ ഗ്യാസ് ബ്രൂഡർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് കിട്ടാത്തത് കൊണ്ട് വരുന്ന മോർട്ടാലിറ്റിയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ രാത്രി കാലങ്ങളിൽ വരുന്ന മോർട്ടാലിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു 1-2 ദിവസം, അതായത് ഫസ്റ്റ് ഡേ എന്തായാലും നമ്മൾ പേപ്പറിലാണ് ഫീഡ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ഫീഡ് കൊടുക്കുകയും അതുപോലെ തന്നെ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ പേപ്പറൊക്കെ നനയാതൊക്കെ സൂക്ഷിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ആ റൗണ്ട് കുറച്ചും കൂടെ വലുതാക്കുക, അല്ലെങ്കിൽ സ്ക്വയറിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഈ ഒരു 2500 കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരൊറ്റ ബ്രോഡറിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് രാവിലെ വന്ന ചിക്സാണ്. അപ്പോൾ ഈ ഒരു ചിക്സിന് ഇവിടെ നോക്കിയാൽ കാണാം നല്ല രീതിയിൽ തന്നെ ഫീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ നമ്മൾ പേപ്പർ ഇട്ട് കൊടുക്കുക, അതേപോലെ തന്നെ ചൂടും കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 99%, 100% തന്നെ പറയാം എല്ലാ കോഴിക്കുഞ്ഞും നല്ല രീതിയിൽ തന്നെ ഫീഡ് കൊടുക്കും, അതുപോലെ തന്നെ വെള്ളം കൊടുക്കും.